പ്രിയപ്പെട്ടവരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. ആദ്യം തന്നെ വലിയൊരു നന്ദി നിങ്ങൾക്ക് മുൻപിൽ വെക്കുകയാണ്. അത് ഞാനും ജാമിദ ടീച്ചറും പറയുന്നതിനേക്കാൾ ഉപരി നമ്മളെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് ഒരു ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ആ സഹോദരിയുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. എനിക്ക് എല്ലാവരോടും വളരെയധികം നന്ദിയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. എന്താ വെച്ചാല് എൻ്റെ വീടിന്റെ ആധാരം ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നുള്ള ഒരു പേടിയിലേനു. വെച്ചാല് ആധാരം ബാങ്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഞാൻ മക്കളെയും കൊണ്ടിട്ട് വഴിയാധാരായിപ്പോ. അപ്പൊ ഇതുവരെ കാണാത്ത നല്ല മനസ്സിനുടമയായ പല വ്യക്തികളുടെയും സഹായം കൊണ്ട് ആധാരത്തിന് പകുതി പൈസ ടീച്ചർ മുഖേന അടയ്ക്കാൻ കഴിഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് ഡോക്ടർ 1 മാസത്തേക്ക് മരുന്ന് തന്നു, സ്കാൻ ചെയ്തു. അപ്പം സർജറി എന്തായാലും ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൊണ്ടുപോയി കാണിക്കണം. ഇനിയിപ്പോ ആധാരം നമുക്ക് കുറച്ചുകൂടി പൈസ സംഘടിപ്പിച്ചിട്ട് എടുക്കേണ്ടതുണ്ട്. സർജറിക്കുള്ള പൈസയും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് ഇനിയും നല്ലവരായിട്ടുള്ള ആളുകൾ അകമഴിഞ്ഞ് സഹായിക്കണം. സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. നല്ലതേ ഉണ്ടാകൂ. ടീച്ചറെ, ആ സഹോദരി തന്നെ നമ്മുടെ മാന്യ പ്രേക്ഷകരോട് നന്ദി പറയുന്നുണ്ട്. അവർക്ക് കിട്ടിയിട്ടുള്ള ആ പണത്തിൽ നിന്ന് നമ്മൾ അവരുടെ ആധാരത്തിന്റെ എടുക്കാനുള്ള ആ ജപ്തി നടപടി നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ വസ്തുവിന്റെ അതിലേക്ക് പകുതി പൈസ നമുക്ക് അടയ്ക്കാനായിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ആ ചികിത്സയ്ക്ക് മുൻപേ നടത്തേണ്ട എല്ലാവിധ പരിശോധനകളും നടത്തിയിട്ടുണ്ട്. ആ വിശദ വിവരങ്ങൾ ടീച്ചർ തന്നെ നേരിട്ട് പോയത് കൊണ്ട് തന്നെ ടീച്ചർ തന്നെ വിവരിക്കും. ടീച്ചർ, എങ്ങനെയൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? ഞങ്ങൾ വലിയ ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യം വന്നത്. അതായത് ഒരു സ്ത്രീ, 3 മക്കളുണ്ട്. ചെറിയ കുഞ്ഞിന് 2 വയസ്സേ ആയിട്ടുള്ളൂ. ഭർത്താവില്ല. വീട് മേൽക്കൂരയില്ലാത്ത ഒരു വീടാണ്. അവരെങ്ങനെയെങ്കിലും ആ കുഞ്ഞുങ്ങളെ ഒന്ന് പോറ്റാൻ വേണ്ടിയിട്ട് ഒരു വീട്ടു ജോലിക്ക് ഇറങ്ങിയതാണ്. വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. ഹോസ്പിറ്റലിലൊക്കെ അറ്റൻഡറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നഴ്സറിയിൽ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ജോലിയൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ പട്ടിണിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടുപണിക്ക് ഇറങ്ങി. പല വീടുകളിലും അതുപോലെ സ്കൂളിലെ ബാത്റൂമുകളിൽ എന്ത് പണിയും ചെയ്യും. അവർക്ക് ആ കുഞ്ഞുങ്ങളെ ഒന്ന് പോറ്റി കിട്ടിയാൽ മതി. അതിനിടയിലാണ് ഇവർക്ക് വയ്യാതാകുന്നത്. അപ്പോ അവർക്ക് നട്ടെല്ലിനോട് ചേർന്ന് ട്യൂമർ പ്രത്യക്ഷപ്പെട്ടു. വേണ്ടത്ര രൂപത്തിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോ ചികിത്സയോ ടെസ്റ്റുകളോ ഒന്നും ചെയ്യാതെ, മരുന്നും മണ്ണും ഒന്നും ഇല്ലാതെ വന്നപ്പോഴേക്ക് വീണ്ടും അത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇപ്പൊ തോള്, ഈ കഴുത്തിന്റെ ഭാഗത്തായിട്ട് വീണ്ടും 3 ട്യൂമറും കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതല്ല, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ബഡ്ജായി വരുന്തോറും ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകുകയും അതുപോലെ കൈയും കാലും ഒക്കെ സ്ട്രോക്ക് വരാൻ വരെ കാരണമാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് അവര് ചികിത്സയ്ക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ആധാരം കൊണ്ടുപോയി പണയം വെക്കുന്നു. ആ സർജറി ചെയ്തെങ്കിലും അത് വിജയകരമായിരുന്നില്ല. കാരണം നട്ടെല്ലിനോട് ചേർന്നൊരു ഭാഗത്തായിരുന്നു. നല്ല കോസ്റ്റ്ലി ആയിരുന്നു. ചെറിയൊരു പൈസ മാത്രമേ ബാങ്കിൽ നിന്ന് കിട്ടിയിരുന്നുള്ളൂ. അത് 1.5-2 വർഷത്തോളമായിട്ട് അടയ്ക്കാതെ 2 ലക്ഷം രൂപയ്ക്ക് പുറത്തു പോകുന്ന രൂപത്തിലേക്ക് വന്ന് 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കയറി കിടക്കാൻ പോലും ഒരു കൂര ഇല്ലാതാകും. അപ്പൊ 3 ആവശ്യങ്ങളാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. ഒന്നാമതായിട്ട് അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കത്തക്ക രൂപത്തിൽ ഈ വേദനയില്ലാതെ അവർക്ക് ആരോഗ്യം ഒന്ന് ശരിയായി കിട്ടണം. കാരണം സർജറി ഒന്നും ചെയ്യണമെന്നല്ല അവർ നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മളാണ് സർജറി ചെയ്താലാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുക എന്നുള്ളത് കൊണ്ട് നമ്മളത് പറഞ്ഞത്. അവർക്ക് കുറച്ച് മെഡിസിൻ കിട്ടണം. അതുപോലെ MRI ടെസ്റ്റുകൾ, അതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. 14,000-ഉം 12,000-ഉം രൂപയൊക്കെയാണ്. മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് ആണ്. മെഡിക്കൽ കോളേജിൽ MRIക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഇനി 6 മാസം 7 മാസം ഒക്കെ കഴിയുമെന്നാണ് പറഞ്ഞത്. അത്രയധികം അവിടെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് MMC മുടക്കല്ലൂർ മെഡിക്കൽ കോളേജിനെ സമീപിക്കുന്നു. അവിടെയും അതുപോലെ തന്നെയാണ്. എന്നാ പിന്നെ പുറത്തുനിന്ന് MRI എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ തന്നെ ഇത് സാക്രം എന്ന് പറയുന്ന നട്ടെല്ലിനോട് ചേർന്ന ഭാഗത്ത് ഇത് ബഡ്ജായിട്ട് ഭയങ്കരമായിട്ട് വലുതാകുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ്, വല്ല മുഴകൾ വല്ലതുമാണോ, ഇതിനകത്ത് ലിക്വിഡ് ആണോ മാംസമാണോ എന്നറിയാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് കൂടുതൽ ടെസ്റ്റുകൾക്കാണ് ഡോക്ടർമാർ എഴുതിയത്. അപ്പൊ ഈ ടെസ്റ്റുകളെല്ലാം കൂടി തന്നെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പുറത്താണ് പോകുന്നത്. കാരണം 3-4 MRIയും CTയും ഒക്കെയാണ് അവർ എഴുതിയിരിക്കുന്നത്.
മെഡിസിൻ ആണെങ്കിലും ഭയങ്കര കോസ്റ്റ്, അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ജപ്തി നടപടികൾ പൂർത്തീകരിച്ച് ആധാരം എടുക്കണം. നമ്മൾ അതിനല്ല പ്രയോറിറ്റി കൊടുത്തത്, ഇവരുടെ ആ ചികിത്സയ്ക്കാണ് പ്രയോറിറ്റി കൊടുത്തത്. പക്ഷേ ജപ്തി നോട്ടീസ് വീട്ടിൽ ഒട്ടിച്ചു പോയി. അതുകൊണ്ട് ചികിത്സ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സർജറിക്ക് വേണ്ടുന്ന ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജപ്തി നോട്ടീസ് കൂടി കൈ കിട്ടിയപ്പോഴേക്ക് ഇവർക്ക് മരുന്ന് പോലും ഫലിക്കില്ല. കാരണം ഇവർ മാനസികമായിട്ട് തകർന്നു പോയി. ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇവർക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി തന്ന പൈസ പകുതി ആധാരത്തിന് അടച്ചു, ബാക്കി പകുതി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടുന്നതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇനി ജൂൺ ജൂലൈ മാസത്തിൽ ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ ചോരാത്ത രൂപത്തിൽ അവർക്ക് കയറി കിടക്കാൻ ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, വന്ന പൈസയുടെ ലിസ്റ്റ് എല്ലാം അവരുടെ കയ്യിൽ തന്നെയുണ്ട്. കാരണം നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ സ്ത്രീക്കും 3 കുഞ്ഞുങ്ങൾക്കും നമ്മളുടെ ഇടയിൽ ഒന്ന് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നുകൂടി ഒന്ന് കൈ കോർത്ത് പിടിച്ചേ മതിയാകൂ. കാരണം നമുക്കറിയാം, നമ്മുടെ ചാറ്റിന്റെ ഒക്കെ താഴെ, നമ്മുടെ ലൈവുകളുടെ ഒക്കെ താഴെ വരുന്ന കമന്റുകൾ, ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു, ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര കോടി രൂപ പിരിക്കുമായിരുന്നു, നിങ്ങൾ പറഞ്ഞിട്ട് എന്തേ സംഘികളൊന്നും പണം തരുന്നില്ലേ എന്ന് ചോദിക്കുന്ന കമന്റുകൾ ഒരു പക്ഷെ ആ സ്ത്രീയും ഇത് കാണുന്നുണ്ട്. എന്നിട്ട് അവർ പറയുക, നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഈ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ പൈസ തരുമായിരുന്നു. അപ്പോൾ ഞങ്ങളോടുള്ള വിരോധം വെച്ചിട്ട് ദയവ് ചെയ്ത് ആ സ്ത്രീ ആ കണ്ണുകൊണ്ട് കാണരുത്. കാരണം അവരും കാണുവാണ് ഈ കമന്റുകളൊക്കെ. അതുകൊണ്ട് ഒരിക്കൽ കൂടി വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുവാണ് ആ കുടുംബത്തിന് വേണ്ടി. ആ സ്ത്രീക്ക് സർജറി കംപ്ലീറ്റ് ചെയ്യണം, ആധാരത്തിന് കുറച്ച് പൈസ കൂടി അടച്ചിട്ട് ആധാരം എടുക്കണം, ഒന്ന് മേൽക്കൂര ഇടണം. ഈ 3 ആവശ്യങ്ങളുമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളെ സമീപിക്കുവാൻ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതില് കൂടുതലൊന്നും പറയാനില്ല. കാരണം ആ യുവതിയുടെ, ആ സഹോദരിയുടെ, ആ 3 മക്കളുടെ അമ്മയുടെ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടു. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് ആ സംഖ്യകൾ പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും വിനിയോഗിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. ഇനിയും അവരുടെ വസ്തു എടുക്കാൻ പകുതിയോളം കാശ് ഇനിയും അടയ്ക്കാനുണ്ട്. ഓപ്പറേഷൻ സർജറിക്ക് വേണ്ടി ഒരുപാട് കാശുകൾ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, സർജറി കഴിഞ്ഞാൽ മാത്രം പോരാ, അവർക്ക് 6 7 മാസത്തോളം റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ അതിന്റെ പരിപൂർണ വിശ്രമത്തിലേക്ക് പോവേണ്ടതുണ്ട്. അത് ആ സമയത്ത് ആ കുടുംബം ജീവിച്ചു പോവേണ്ടതുണ്ട്. അത്ര കണ്ട് ദയനീയമായിട്ടുള്ള അവസ്ഥയായതുകൊണ്ട് തന്നെയാണ് ഈ കമന്റുകളെ കുറിച്ച് ടീച്ചർ പറഞ്ഞത് കൊണ്ട് തന്നെ ഇന്ന് വലിയൊരു ആഘോഷം ചാനലുകളിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. 34 കോടി നൽകിക്കൊണ്ട് റഹീം എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കുറ്റത്തിന് ഇവിടെ യാതൊരു പ്രാധാന്യവും ഇല്ലാതായിരിക്കുന്നു. ഒരു ശ്വസിക്കാൻ പോലും ചലിക്കാൻ പോലും കഴിവില്ലാത്തൊരു കുഞ്ഞിനെ, ശ്വസന ഉപകരണം കൊണ്ട് ജീവിച്ചു പോയിരുന്ന ഒരു കുഞ്ഞിനെ, ആ ശ്വസന ഉപകരണം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിയിട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് 34 കോടി ഇവിടെ പിരിച്ചത്. നമ്മൾ അതിനെതിരൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ അർഹരായിട്ടുള്ള ഇത്തരത്തിൽ 100 കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി 34 കോടി പിരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിലാണ് ഈ കുഞ്ഞു കുടുംബം, ഈ അമ്മയും മക്കളും ജീവിച്ചു പോകാൻ വേണ്ടി കേഴുന്നത്. ആ കേഴുന്നതിന്റെ വേദന മനസ്സിലാവാതെ ഈ പറയുന്ന ഭീകരന് വേണ്ടി സംഭാവന ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അവരെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഈ അമ്മയെയും ഈ മക്കളെയും ഈ സഹോദരിയെ നമ്മൾ ചേർത്ത് നിർത്തുക ഒരു കുടുംബം ജീവിച്ചു പോകാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. മാക്സിമം എല്ലാവരും ഉദാര മനസ്കരായി കൊണ്ട് തന്നെ സംഭാവന ചെയ്യുക. ഗൂഗിൾ പേ നമ്പർ ഒന്ന് ബ്ലോക്ക് ആവുന്നത് കൊണ്ട് ഇവിടെ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നത്, ഒന്ന് ബ്ലോക്ക് ആവുന്ന മറ്റൊന്ന് ഏതെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയെങ്കിലും കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം പലരും ഇതിനടിയിൽ കമന്റ് ഇടുന്നത് ഗൂഗിൾ പേ ബ്ലോക്ക് ആയി അയക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഗൂഗിൾ പേയിലേക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കുക. കൊടുക്കാൻ സുമനസ്സുള്ള ആളുകൾ ആ രീതിയിൽ തന്നെ ചെയ്യുക. നമുക്കറിയാം, ഇവിടുത്തെ UPI ട്രാൻസാക്ഷൻ ഒക്കെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം ഇവിടെ ക്രൗഡ് ഫണ്ടിങ് ഒരുപാട് നടത്തിക്കൊണ്ട് രാജ്യത്തിനെതിരെ വിധ്വംസക പ്രവർത്തനത്തിന് വരെ ഉപയോഗിച്ചിരുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ ഈ ക്രൗഡ് ഫണ്ടിങ് രോഗികളുടെ പേരിൽ നടന്നത് കൊണ്ട് തന്നെ ഇന്ന് UPI ട്രാൻസാക്ഷന് വളരെയധികം കർശനമായുള്ള നിബന്ധനകളാണ്. ഒരു ദിവസം 30 40 ട്രാൻസാക്ഷൻ മാത്രമേ UPIയിൽ സ്വീകരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ലിമിറ്റ് ആയി എന്നുള്ള മെസ്സേജ് വരുന്നു. അത്തരം മെസ്സേജ് വന്നാൽ നിങ്ങൾ അക്കൗണ്ട് നമ്പറിനെ ആശ്രയിക്കുക, അല്ലാതെ നമ്മൾക്ക് വേറെ മാർഗമില്ല, നിങ്ങളെ നേരിട്ട് വന്നുകൊണ്ട് വാങ്ങാൻ നമുക്ക് പറ്റില്ലല്ലോ എന്ന വേദനാജനകമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ അമ്മയെയും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആ പുതുജീവൻ നൽകാൻ വേണ്ടി പങ്കാളികളാവുക എന്ന് മാത്രമേ പറയാനുള്ളൂ. 100 കോടിയാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന കൊലയാളിക്ക് വേണ്ടി ഈ കൊച്ചു കേരളം പിരിച്ചെടുത്തത് എന്നത് നിങ്ങൾ മറക്കരുത്. കാരണം പബ്ലിസിറ്റി എവിടെ കിട്ടുമോ അവിടെയൊക്കെ ചാടി വീഴുന്ന വലിയ കുബേരന്മാർ ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. 1 കോടിയും 2 കോടിയും തികയാത്ത മുഴുവൻ കോടിയും കൊടുക്കാൻ തയ്യാറായി. എന്തിനാണ്? അതിനൊരു പബ്ലിസിറ്റി വേറെ ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം നാമധാരിയായിരുന്നു. ഒരു കൊലയാളിയെ സൗദി അറേബ്യയുടെ നിയമത്തിൽ നിന്നും ഊരിയെടുക്കാൻ
100 കോടി പിരിച്ചു എന്നാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്. ഇവര് തന്നെ പറയുന്നു 60 കോടി കഴിഞ്ഞിട്ടുണ്ട് എന്ന്, ഈ പിരിച്ച ആളുകൾ തന്നെ. ആ സാഹചര്യത്തിൽ 1000-1 പോലുമില്ല ഈ ഒരു സ്ത്രീക്കും 3 കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ളത്. അപ്പൊ അവര് മുസ്ലിം അല്ല എന്നതിന്റെ പേരിൽ ഒരു കാരണവശാലും ഒരു സഹായവും അവർക്ക് നിഷേധിക്കപ്പെടരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, അവരൊരു കൊലക്കുറ്റവും ചെയ്തിട്ടില്ല. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ പ്രോപ്പറായിട്ടുള്ള രോഗത്തിന്റെ ചികിത്സയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കാതെ വീണുപോയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ആ സ്ത്രീയുടെ 2 വയസ്സുള്ള കുഞ്ഞടക്കമുള്ള ഒരു കുടുംബം, 3 കുഞ്ഞുങ്ങൾ. അപ്പൊ ഇവരെ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് കണ്ട്, ഇവരെ നമ്മുടെ സഹോദരിയായിട്ട് കണ്ട് ചേർത്ത് പിടിക്കണം. മരിച്ചു കഴിഞ്ഞു കൊണ്ടുപോയി 1000 അവർക്ക് മേലെ ചൊരിയാതെ ഇപ്പോ അവർക്ക് ചെറിയ ഒരു പൈസ കൊടുത്താൽ അവർ ജീവിക്കും. നന്ദി.